ഹായ്, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിന് നിർബന്ധമായും പഠിച്ചിട്ടുള്ള ഒരു ഭാഗം കേട്ടോ. അതായത് ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾക്കറിയാം വെറും 2 മാർക്കിനെ ചോദ്യമുള്ളൂ. പക്ഷേ ആ 2 മാർക്ക് നിങ്ങൾ കളയണ്ട എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം തരുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഓക്കെ, സാമ്പത്തിക ശാസ്ത്രത്തിൽ എക്കണോമിക്സിൽ ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിനുള്ള പങ്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 മാർക്കിന് ഈ ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഇത്തവണ വരും. അങ്ങനെയാണ് നിങ്ങൾ പഠിച്ചേക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയുണ്ടോ. എന്തൊക്കെയാണ് അതിൻ്റെ മെച്ചങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഹെൽപ്ഫുൾ ടു പ്രസൻറ്റ് എക്കണോമിക് ഫാക്ട് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. എന്ന് വെച്ചാൽ എക്കണോമിക് ഫാക്റ്റുകളെ ഏറ്റവും ചുരുങ്ങിയതും അതായത് കൃത്യവുമായ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്ര വസ്തുക്കളെ എന്ത് ചെയ്യുന്നു, ഏറ്റവും കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ അവതരിപ്പിക്കാൻ എന്ത് ചെയ്യുന്നു, സഹായകമാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കണ്ടൻസിങ് മാസ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ ഡാറ്റ. വലിയൊരു ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയൊരു ഡാറ്റയാക്കിയിട്ട് പറയാൻ പറ്റും അല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാണെങ്കിൽ അങ്ങനെ ഒരു മെച്ചുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബഹുജന ഡാറ്റ എന്ന് വെച്ചാൽ വലിയമായ ഒരു ഡാറ്റയെ ഒരൊറ്റക്കത്തേക്ക് അഥവാ ചെറിയൊരു സംഖ്യയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റുന്നതിന് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. ദെൻ നമുക്ക് അടുത്ത് നോക്കാനുള്ളതാണ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻ എക്കണോമിക് പ്രോബ്ലം. ഒക്കെ ഒരു സാമ്പത്തിക പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോക്കി, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അത് മാത്രമല്ല, നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കോസസ്, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ അതിന് പറ്റിയിട്ടുള്ള സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ് തയ്യാറാക്കാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോക്കിയേ, ഒരു എക്കണോമിക് പ്രോബ്ലം മനസ്സിലാക്കാൻ, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ, അതിനുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസികൾ കൊണ്ടുവരാനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ നോക്കി, ഒരു പ്രശ്നം മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, ആ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അതിന് വേണ്ട സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം തന്നെ എത്ര പോയിന്റായി, 5 പോയിന്റ് ആയി. ഈ 5 നിങ്ങൾ പഠിക്കണം, ഒരു 4 പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത്, എനിക്ക് ഏറ്റവും പഠിക്കാൻ ഈസി ആയിട്ടുണ്ടായിരുന്നത് ഈ 3 കാരണം എന്താ പറയുക, പറഞ്ഞുതരാം. 1, 2, 3 ഇത് 3 ഒരേ പോയിന്റാണ്. 3 ആസ്പെക്റ്റിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതായത് 1 അണ്ടർസ്റ്റാൻഡ്, 2 ഫൈൻഡ് കോസസ് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ പോളിസീസ്. അപ്പോൾ ഇതിന് 3 വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അതിന് പുറമെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെയും ബാക്കിയുള്ള പോയിന്റ്സിലേക്ക് പോകാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറൻറ്റ് എക്കണോമിക് വേരിയബിൾസ്. ഓക്കെ, മറ്റുള്ള എക്കണോമിക് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ ഇനം സാമ്പത്തിക ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാമെന്ന് പറയുന്നത്. ദെൻ 7ാമത് പറയുന്നത് ഹെൽപ്ഫുൾ ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ്സ്. ഓക്കെ, ഫ്യൂച്ചർ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യാനും അതേപോലെ എക്കണോമിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ പ്രഡിക്റ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് സമ്പദ് വ്യവസ്ഥയിലെ ഭാവി പ്രവണതകളും മാറ്റങ്ങളും പ്രവചിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഓക്കെ, നമ്മുടെ നയങ്ങളും പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസികളും പ്രോഗ്രാമുകളും പ്ലാനുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പദ്ധതികളും നയങ്ങളൊക്കെ ഉപയോഗിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും, തയ്യാറാക്കാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 മാർക്കുള്ള ചോദ്യമാണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് എന്ത് ചെയ്യുക, ഒരു 4 പോയിന്റ്സ് പഠിച്ചേക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കട്ടെ എന്നൊരു വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുബോർഡ്. ഓക്കെ, ബൈ.